അലി അക്ബർ ഷാ ഇപ്പോൾ AMMയുടെ ഓഫീസിന് മുന്നിലുണ്ട്. അലി അക്ബർ ഷാ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കൃത്യമായ റിഹേഴ്സൽ എടുത്ത് വന്നതാണ് എന്ന് അലി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് രാജിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയിൽ അലിക്ക് പോയി ചോദ്യം ചോദിക്കാനും കഴിയില്ല. അവിടെ ഓഫീസിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഈ അഡ്ഹോക് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഇതേ ആളുകൾ തന്നെ തുടരുന്നു. 2 മാസമാകുമ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടടക്കട്ടെ എന്ന് കരുതിയുള്ള ഒരു സംവിധാനമാണോ? തീർച്ചയായും സുജയ, നമ്മൾ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് AMMയുടെ കൊച്ചിയുടെ ഇല്ലത്തിന് മുന്നിലാണ്. ഇവിടെ ചില എലികളുടെ പേരിലാണ് ഈ ആരോപണം വന്നത്. എന്തായാലും ഇല്ലത്തുണ്ടായിരുന്ന എല്ലാവരും പുറത്തിറങ്ങി ഇല്ലം ഗേറ്റ് പൂട്ടി സീൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ ആരും അവശേഷിക്കുന്നില്ല എന്നാണ് ഇവിടെ സെക്യൂരിറ്റി ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നത്. ചില വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പരിശോധിച്ചു. പക്ഷേ അകത്താരും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത്. ആളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഈ പറഞ്ഞതുപോലെ വലിയ നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ മറ്റൊരു നിക്കക്കള്ളി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് പറയേണ്ടി വരും. ആ കുറിപ്പിൽ അവർ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, ധാർമ്മികത എന്ന് പറയുന്നത്. ഇപ്പോൾ അല്ലമീൻ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ധാർമ്മികത ഈ ഒരു സംവിധാനത്തിന്, ഈ ഒരു സംഘടനയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ 2018 ഇവിടെ ആദ്യത്തെ ഒരു സ്ത്രീയുടെ പരാതി, നടിയുടെ പരാതി അവർ ആ നിലയിൽ ഇടപെടണമായിരുന്നു. ഇടപെടൽ ഉണ്ടായില്ല. അതിനുശേഷം ഈ പരാതി അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം വന്നപ്പോഴെങ്കിലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകണമായിരുന്നു, ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി ഈ കാണുന്ന കെട്ടിടത്തിൽ നടന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ആ അവസാനത്തെ പ്രസ് മീറ്റാണ്. സിദ്ദിഖ് നടത്തിയ ആ പ്രസ് മീറ്റാണ്. ആ പ്രസ് മീറ്റിലെങ്കിലും ആ നിലയിലുള്ള ഒരു ധാർമ്മിക ഇടപെടൽ ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ ഇപ്പോൾ മറ്റ് നിക്കക്കള്ളി ഇല്ലാതെ വന്ന് ഗുരുതരമായ ആരോപണങ്ങൾ തലപ്പത്തിരിക്കുന്നവർക്കെതിരെ ഉൾപ്പെടെ ഉയർന്നൊരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഒളിച്ചോടുക എന്ന പ്രയോഗം തന്നെയാണ് അവിടെ വേണ്ടത്. ഒളിച്ചോടുന്ന ഒരു നടപടിയായി തന്നെ വേണം ഇന്നുണ്ടായിരിക്കുന്ന ഈ രാജിയെ കാണാൻ വേണ്ടി. എടുത്തു പറയേണ്ട കാര്യമുണ്ട് സുജിയ, 2017 മുതൽ ഇങ്ങോട്ട് കുറച്ച് പെണ്ണുങ്ങൾ നടത്തിയ അതിതീവ്രമായ പോരാട്ടത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വെളിപ്പെട്ടത് മലയാള സിനിമാ രംഗത്തെ ആണധികാര കേന്ദ്രീകരണത്തിന്റെ വെറുപ്പുളവാക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി ചില പെണ്ണുങ്ങൾ നടത്തിയ, നടിമാർ നടത്തിയ, ആക്രമിക്കപ്പെട്ട നടി ഉൾപ്പെടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച WCC എന്ന സംഘടന ഉൾപ്പെടെ നടത്തിയ തീവ്രമായ പോരാട്ടത്തിന്റെ ഫലമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ പോരാട്ടങ്ങളുടെയും ഒടുവിൽ ചില ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പലരും വരാറുണ്ട്. അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയണം, ഇതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് അത് ആ നടിമാർക്ക് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. സുജയ, നമുക്ക് പറയാം, ആദ്യഘട്ടത്തിൽ സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നു, സിദ്ദിഖ് രാജിവെക്കുന്നു, അവിടെ തീരുമെന്നായിരുന്നു പ്രതീക്ഷ. തൊട്ടു പിന്നാലെ ബാബുരാജിനെതിരെ ആരോപണം വരുന്നു. അത്തരത്തിൽ തലപ്പത്തിരിക്കുന്ന ഓരോരുത്തർക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ മറ്റു നിക്കക്കള്ളി ഇല്ലാതായി. സംഘടനയ്ക്കുള്ളിൽ നിന്നും തലപ്പത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ AMM എന്ന സംഘടനയ്ക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. സിദ്ദിഖ് കൊച്ചിയിൽ വാർത്താമാധ്യമങ്ങളെ കണ്ട് തങ്ങൾ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ അതേസമയം മണിക്കൂറുകൾക്കുള്ളിലാണ് തിരുവനന്തപുരത്ത് ജഗദീഷ് മാധ്യമങ്ങളെ കണ്ട് AMM എന്ന സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചു, കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ പൃഥ്വിരാജ് വിളിച്ച വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞു.